ഹലോ എല്ലാ കൂട്ടുകാർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്ത് വികാസവാണിക്ക് അടുത്തായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു വീടാണിത്. ഇൻറ്റീരിയറൊക്കെ വളരെ മനോഹരമായാണ് ഈ വീടിൻ്റെ ചെയ്തിട്ടുള്ളത്. 6.750 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും വികാസവാണിയിലേക്ക് 1.5 കിലോമീറ്ററും സിവിൽ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ. വീതി കൂടിയ റോഡ്, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 2018-19 കാലത്തെ വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഒരു പ്രദേശം കൂടിയാണിത്. ഈ വീടിൻ്റെ ചുറ്റുമതിലൊക്കെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലേക്കാണ്. വലിയൊരു കാർ പോർച്ചാണ്. വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് ഏകദേശം ഒരു 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ സൈഡിലും കിട്ടുന്നതാണ്. ബാംഗ്ലൂർ സ്റ്റോണാണ് മുറ്റം ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായൊരു ഗാർഡനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് മനോഹരമായൊരു വാട്ടർ ഫൗണ്ടൻ നൽകിയിട്ടുണ്ട്. ഡിസൈൻ വർക്കൊക്കെ ചെയ്തൊരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിങ്ങിൽ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിലും ജിപ്സം വർക്കുകളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഫാനും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മരവിരിപ്പടികൾ പൂർണ്ണമായും തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായ വിസിറ്റിംഗ് റൂമിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് വിസിറ്റിംഗ് റൂം നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായൊരു ലൈറ്റ് വർക്കൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ളൊരു വിസിറ്റിംഗ് റൂമാണ് ഇവിടെ കിട്ടുന്നത്. അതേപോലെ സൈഡിലായിട്ട് ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും തേക്കിലാണ് ഈ വീടിൻ്റെ മരപ്പണികൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 8 അടി ഹൈറ്റുള്ള 3 പാളിയുടെ വലിയ ജനലുകളാണ് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളിനി കാണാൻ പോകുന്നത് ഡൈനിങ് റൂമാണ്. ഡൈനിങ് റൂമിലേക്ക് പോകുന്ന ഭാഗത്ത് നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്കുകൾ, ഒരു പാർട്ടീഷനൊക്കെ ചെയ്തിട്ടുണ്ട്. വിസിറ്റിംഗ് റൂമിൽ നിന്ന് നമ്മൾ ഈ കാണുന്നതാണ് ഡൈനിങ് റൂം. വളരെ മനോഹരമായൊരു ഡൈനിങ് റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിൽ വുഡിൻ്റെ ഡിസൈനൊക്കെ കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ടാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് ഫ്ലോറിങ്ങിന് കൊടുത്തിട്ടുള്ളത്. 6x4 സൈസിലെ നല്ല ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത്. നമ്മളിനി കാണാൻ പോകുന്നത് കിച്ചണാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. വളരെ മനോഹരമായ വലിയൊരു കിച്ചണാണ് കിട്ടുന്നത്. താഴത്തും മുകളിലുമായി ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൽ LED വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായാണ് കബോർഡ് വർക്കുകൾ നൽകിയിട്ടുള്ളത്. സിങ്ക് കൊടുത്തേക്കണതിൻ്റെ സൈഡിലായിട്ട് ഡിഷ് വാഷർ വെക്കാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് വർക്ക് ഏരിയയാണ്. വലിയൊരു വർക്ക് ഏരിയയാണ് കിട്ടുന്നത്. ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സംവിധാനം ഈ ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. താഴത്തും മുകളിലുമായി ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഗാർഡനിലേക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ്. വലിയൊരു ബെഡ്റൂമാണ് അവിടെ കിട്ടുന്നത്. നല്ലൊരു ഇൻറ്റീരിയർ വർക്കാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. സീലിങ്ങിൽ ജിപ്സം വർക്ക് LED ലൈറ്റ് കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വലിയ ഫ്രണ്ടിൽ കൊടുത്തേക്കണ മരത്തെ ജനലാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. 8 അടി ഹൈറ്റുള്ള ജനലാണ് നൽകിയിട്ടുള്ളത്.
4 ഡോറിൻ്റെ വാർഡ്രോബാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് വലിയൊരു മേക്കപ്പ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. മിററും അതിനോട് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. വലിയൊരു ബാത്റൂമാണ് കിട്ടുന്നത്. സെറ ബ്രാൻഡിൻ്റെയാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ നൽകിയിട്ടുള്ളത്. നമ്മളിനി കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതും നേരത്തെ കണ്ട ബെഡ്റൂമിനെക്കാട്ടിയും വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെയും സീലിങ്ങിൽ LED വർക്കുകളെല്ലാം നൽകി വളരെയധികം മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും വലിയൊരു ജനലാണ് കൊടുത്തിട്ടുള്ളത്, 3 പാളിയുടെ. സൈഡിലായിട്ട് 4 ഡോറിൻ്റെ വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. എല്ലാ ഡോറുകളും തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈഡിലും മേക്കപ്പ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറാണ് നൽകിയിട്ടുള്ളത്. ഇതൊരു വലിയൊരു ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വാൾ ടൈലുകളാണ് നൽകിയിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മുകളിൽ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന ഭാഗത്തൊക്കെ വളരെ മനോഹരമായാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ കൈവരി കൊടുത്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ്സിലാണ്. ടോപ്പിൽ തേക്കിൻ്റെ വുഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിലൊക്കെ LED ലൈറ്റ് വർക്കൊക്കെ ചെയ്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ പ്രവേശിക്കുന്നത്. ഇവിടെയും TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ TV വേണമെങ്കിലും വെക്കാമെന്നുള്ള രീതിയിലുള്ള TV യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. സീലിങ്ങിൽ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമിലും എല്ലായിടത്തും ഫാൻ നൽകിയിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. താഴെ കണ്ട മാതിരിയുള്ള ബെഡ്റൂമുകളാണ് മുകളിലും. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. 4 ഡോറിൻ്റെ വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. സൈഡിലായിട്ട് മേക്കപ്പ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. വലിയൊരു ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും മനോഹരമായ സീലിംഗ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമിലും AC കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ബെഡ്റൂമിലും AC കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു മേക്കപ്പ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. 4 ഡോറിൻ്റെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി കിട്ടുന്നതാണ് ഫ്രണ്ടിലേക്ക്. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. വീതി കൂടിയ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയാണ്. വലിയൊരു യൂട്ടിലിറ്റി ഏരിയയാണ് കിട്ടുന്നത്. വിശാലമായൊരു യൂട്ടിലിറ്റി ഏരിയ, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തുണികൾ അയൺ ചെയ്യാനുള്ള ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ സൈഡിലെ ഡോർ തുറന്നാൽ നമുക്ക് ഈ വീടിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് ബാൽക്കണിയാണ്. വലിയൊരു ബാൽക്കണിയാണ്. മുകളിലത്തെ നിലയിലെ ഹാളിൽ നിന്നുള്ള ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ ബാൽക്കണിയാണ്. ഇവിടെ സീലിങ്ങിൽ WPC വർക്കുകളെല്ലാം നൽകി മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ വിലയുടെ ഭാഗത്തേക്ക് വരാം. ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില 1,85,00,000 രൂപയാണെങ്കിലും വില നെഗോഷ്യബിൾ ആണ്. ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ അത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ വീട് മേടിക്കാൻ കഴിവുള്ള നിങ്ങൾക്ക് ഒരു ഫ്രണ്ടില്ലേ, ആ ഫ്രണ്ടിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ മനോഹരമായാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഹൈ ക്വാളിറ്റിയിലാണ്
ഫുൾ തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും നല്ല വീട് എറണാകുളത്ത് കാക്കനാട് അടുത്ത് വേറെ ഇപ്പോൾ മേടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.